കോട്ടയം തീക്കോയിയിൽ ഗർഭിണികളെ എത്തിച്ച് താമസിപ്പിച്ച് നവജാത ശിശുക്കളെ മറിച്ചു വിൽക്കുന്നുവെന്ന പരാതിയിൽ വിശദമായ അന്വേഷണത്തിന് പോലീസ്. അറസ്റ്റിലായ 2 പേരെ കൂടാതെ സംഭവത്തിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന നിഗമനത്തിലാണ് പോലീസ്. പാലാ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. ഇന്നലെ അറസ്റ്റിലായ 2 പേരെ കോടതി റിമാൻഡ് ചെയ്തു. കൂടുതൽ വിശദാംശങ്ങളുമായി കോട്ടയത്ത് നിന്നും പ്രശാന്ത് ജോസഫ് ചേരുകയാണ്. പ്രശാന്ത്, ഗുഡ് മോർണിംഗ്. കോട്ടയത്ത് നിന്നും വരുന്ന വാർത്തകൾ അത്ര ഗുഡല്ല. ഈ പറഞ്ഞതുപോലെ നവജാത ശിശുക്കളെ വിൽക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത്രയും ക്രൂരമായ ഒരു സംഭവം തന്നെയാണ്. എന്താണ് ഇനി ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഒരു അപ്ഡേഷൻസ്? തീർച്ചയായും ഗുഡ് മോർണിംഗ് ഐശ്വര്യ. ഏതായാലും കോട്ടയത്ത് ഐശ്വര്യ സൂചിപ്പിച്ചതുപോലെ തന്നെ വീണ്ടും ഒരു അത്ര സുഖകരമല്ലാത്ത വാർത്ത തന്നെയാണ് ഇന്നലെ പുറത്തു വന്നത്. അത് മറ്റൊന്നുമല്ല, നവജാത ശിശുക്കളെ മറിച്ചു വിൽക്കുന്നതിന് വേണ്ടി ഗർഭിണികളെ എത്തിച്ച് താമസിപ്പിച്ച് നവജാത ശിശുക്കളെ മറിച്ചു വിൽക്കുന്നു എന്നുള്ള ഒരു വാർത്ത. അതിൽ ഇന്നലെ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ 2 പേരും ഇന്നലെ ഇവരെ കോടതി റിമാൻഡ് ചെയ്യുകയും ചെയ്തു. തമിഴ്നാട് തിരുനെൽവേലി സ്വദേശിയായ രാജ, ഇയാളുടെ ഭാര്യ സഹോദരനായ വാഗമൺ സ്വദേശി അർജുൻ എന്നിവരാണ് നിലവിൽ അറസ്റ്റിലാവുകയും റിമാൻഡിലാവുകയും ചെയ്തിട്ടുള്ളത്. ഇവരെ കൂടാതെ ഒരു സ്ത്രീയും കൂടി ഈ കേസിൽ പ്രതിയായിട്ടുണ്ടെന്നുള്ളതാണ് നിലവിൽ പോലീസിൻ്റെ കണ്ടെത്തൽ. ഹർഷിത എന്നൊരു സ്ത്രീയാണ്. ഈ അസംകാരിയായ ഒരു യുവതിയുടെ പരാതിയിലാണ് ഈ കേസന്വേഷണവും ഈ അറസ്റ്റും ഒക്കെ ഉണ്ടാകുന്നത്. ഈ അസം സ്വദേശിനിയായ യുവതി ഇപ്പോൾ കോട്ടയം കല്ലറയിലുള്ള മഹിളാ കേന്ദ്രത്തിലാണ് ഇപ്പോൾ കഴിയുന്നത്. ഇവരുടെ കുഞ്ഞിനെ മറിച്ചു വിൽക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇവരിപ്പോൾ ഗർഭിണിയാണ്, ഇവരുടെ കുഞ്ഞിനെ മറിച്ചു വിൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഈ ഒരു കേസിലേക്ക് എത്തിച്ചേർന്നത്. ഇതിനെ യുവതി എതിർക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഭർത്താവുമായി അകന്നു കഴിയുന്ന ഒരു യുവതിയാണ്. അകന്നു കഴിയുന്നതെന്ന് വെച്ചാൽ 1.5 വയസ്സുള്ള ഒരു കുട്ടി ഇവർക്കുണ്ട്. വീണ്ടും ഇവർ ഗർഭിണിയായപ്പോൾ വീട്ടുകാർ അബോർഷൻ നടത്തണമെന്ന് ആവശ്യപ്പെടുകയും യുവതി നിഷേധിക്കുകയും ചെയ്തതിനെ തുടർന്ന് എവിടെയെങ്കിലും പോയി പ്രസവിക്കാനും കുഞ്ഞിനെ ദത്ത് നൽകാനുമായിരുന്നു യുവതിയുടെ ഒരു തീരുമാനം. എന്നാൽ കുഞ്ഞിനെ വിൽക്കുവാനുള്ള ഒരു നീക്കമാണെന്നറിഞ്ഞാണ് യുവതി പരാതിയുമായി രംഗത്തെത്തുന്നത്. അങ്ങനെയാണ് ഈ കേസിലേക്ക് എത്തിച്ചേർന്നത്. ഈരാറ്റുപേട്ട പോലീസ് ഈ 2 പേരെ, ഈ കേസുമായി ബന്ധപ്പെട്ട് 2 പേരെ അറസ്റ്റ് ചെയ്തു. തീക്കോയിൽ ഒരു വീട്ടിലായിരുന്നു ഈ യുവതിയെ താമസിപ്പിച്ചിരുന്നത്. ഇവർക്കൊപ്പം മറ്റ് 2 സ്ത്രീകൾ കൂടി ഉണ്ടായിരുന്നു എന്നാണ് യുവതി വെളിപ്പെടുത്തിയിട്ടുള്ളത്. ഇതെല്ലാം കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തുകയാണ്. ഏതായാലും ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത് ഈ അറസ്റ്റിലായവരുടെ ഫോൺ കോളുകളും അതേപോലെ തന്നെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും കേന്ദ്രീകരിച്ചാണ്. കാരണം ഈ അസം സ്വദേശിനിയായ യുവതി കോട്ടയത്തേക്ക് എത്തുന്നത് തന്നെ ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട ഒരു കാർത്തിക് എന്ന യുവാവ് വഴിയാണ്. അങ്ങനെ ഒരു വ്യക്തിയാണ്. എന്നാൽ ഈ കാർത്തിക് എന്ന ആളെ യുവതി നേരിട്ട് കണ്ടിട്ടില്ല. ഈ കാർത്തിക് എന്ന് പറയുന്ന ആളാണ് യുവതിക്ക് ടിക്കറ്റ് ഉൾപ്പെടെ അയച്ചു നൽകുന്നത്, ട്രെയിൻ ടിക്കറ്റ് ഉൾപ്പെടെ അയച്ചു നൽകുന്നത് കേരളത്തിലേക്ക് എത്തുന്നതിനും. കോട്ടയത്ത് എത്തി KSRTC ബസ്സിലാണ് ഇവർ ഈരാറ്റുപേട്ടയിൽ എത്തുന്നത്. അങ്ങനെ ഒരു വീട്ടിൽ താമസിക്കുകയായിരുന്നു. ഇതിനിടെയാണ് ഈ കുഞ്ഞിനെ വിൽക്കാനുള്ള നീക്കമാണെന്ന് അറിഞ്ഞുകൊണ്ട് ഇവർ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു വരികയും പോലീസിൽ പരാതി നൽകുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയ വഴിയാണ് ഇവർ ഇത്തരത്തിലുള്ള ഒരു നീക്കം പ്രതികൾ നടത്തിയിരുന്നത് എന്ന ഒരു നിഗമനത്തിൽ തന്നെയാണ് പോലീസ്. ഈ യുവതിയുടെ ഫോണിൽ നിന്നുള്ള ഈ ചാറ്റിൻ്റെ വിശദാംശങ്ങളും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കേന്ദ്രീകരിച്ച് അന്വേഷണം കൊണ്ടുപോകാനുള്ള ഒരു നീക്കത്തിൽ തന്നെയാണ്. അതേസമയം പോലീസ് സംശയിക്കുന്നത് ഈ കാർത്തിക് എന്ന് പറയുന്ന ആൾ ഈ അർജുൻ തന്നെയാണെന്നും പോലീസ് സംശയിക്കുന്നുണ്ട്. അർജുൻ എന്ന് പറയുന്നത് കേവലം 21 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു യുവാവാണ്. അതേപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ സഹോദരി ഭർത്താവായ രാജ എന്നയാൾ, മുപ്പിലി രാജ എന്നാണ് മുഴുവൻ പേര്. ഇയാൾ 27 വയസ്സുള്ള ഒരു യുവാവുമാണ്. അപ്പോൾ ഇവർക്ക് പിന്നിൽ മറ്റൊരു ലോബി ഉണ്ടാവാം എന്നുള്ള ഒരു നിഗമനത്തിൽ തന്നെയാണ് പോലീസ്. അപ്പോൾ ഇവർ കുഞ്ഞുങ്ങളെ ആർക്ക് മറിച്ച് വിൽക്കുവാനുള്ള നീക്കമാണ് നടത്തിയിരുന്നത്, മുൻപും ഇത്തരത്തിൽ കുഞ്ഞുങ്ങളെ വിൽപ്പന നടത്തുകയോ അതിനുള്ള ശ്രമങ്ങൾ ഉണ്ടാവുകയോ ചെയ്തിട്ടുണ്ടോ അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. അതേസമയം ഈ ഹർഷിത എന്ന് പറയുന്ന യുവതിയുടെ മറ്റ് വിശദാംശങ്ങളൊന്നും പോലീസ് പുറത്തുവിട്ടിട്ടില്ല. അത് ഒരുപക്ഷെ അത് കേസിൽ അത് ബാധിക്കുമെന്നുള്ള ഒരു സംശയം പോലീസിനുണ്ട്. ഏതായാലും പാലാ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഇത് ഒരു പ്രതി തമിഴ്നാട് സ്വദേശി ആയതുകൊണ്ട് തന്നെ കേസ് അന്വേഷണം പുറമേക്കും സംസ്ഥാനത്തിൻ്റെ പുറത്തേക്കും വ്യാപിപ്പിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായേക്കുമെന്നും പോലീസ് കരുതുന്നുണ്ട്. ഏതായാലും ഈ പ്രതികളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ചും ഫോൺ കോളുകൾ കേന്ദ്രീകരിച്ചും ഒക്കെ അന്വേഷണം നടത്താനുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണ് പോലീസ്. ഇന്നലെ കോട്ടയം ജില്ലാ പോലീസ് മേധാവി നമ്മളോട് വ്യക്തമാക്കിയിരുന്നു ഈ കേസ് വിശദമായി തന്നെ അന്വേഷിക്കും, സമഗ്രമായ ഒരു അന്വേഷണം ഉണ്ടാകുമെന്ന് തന്നെ ഇന്നലെ കോട്ടയം SP വ്യക്തമാക്കിയിരുന്നു. ഏതായാലും ഇപ്പോൾ 2 പ്രതികൾ റിമാൻഡിലാണ്. മൂന്നാമതൊരു പ്രതിയെ കൂടി എന്ന് പോലീസ് കരുതുന്ന ഹർഷിത എന്ന സ്ത്രീക്കായി അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയുമാണ്.